മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. വയനാട് പുനരധിവാസം. ആദ്യഘട്ട വീടുകൾ ഫെബ്രുവരിയിൽ കൈമാറും. അഭിപ്രായങ്ങളെ അടിച്ചമർത്തില്ലെന്ന് മന്ത്രി കെ രാജൻ. വയനാട് ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ പദ്ധതിയുടെ ആദ്യഘട്ട വീടുകൾ ഫെബ്രുവരി 3-ാം വാരത്തിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരെ സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും ആദ്യഘട്ടം പൂർണ്ണമായിട്ടും ഫെബ്രുവരി മാസത്തിൽ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് സമർപ്പിക്കുന്ന വിധത്തിലുള്ള നടപടിയായിരുന്നു. കൃത്യമെണ്ണം നമുക്ക് ഇങ്ങനെ നോക്കി വരേണ്ടതുണ്ട്. കാരണം ഈ കാലയളവിലുണ്ടായ ചില പൊതു പ്രകൃതി അന്തരീക്ഷത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. എന്തായാലും വളരെ കൃത്യമായൊരു നടപടിയാണ് അതിന് മുന്നോട്ട് പോകുന്നത്. ഇപ്പം തന്നെ 1600-ലേറെ ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. രാപ്പകലില്ലാതെ ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. ഇനിയും സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ എത്ര കേരളത്തിൽ നിന്ന് വന്നാലും ശമ്പളം കൊടുത്ത് അവരെ എൻഗേജ് ചെയ്യിക്കാനും ഞങ്ങൾ തയ്യാറാണ്. വളണ്ടറി ആയിട്ടോ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാനോ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കേരളത്തിന് പുറത്തുമുള്ള തൊഴിലാളികൾ വരുന്ന മുറയ്ക്ക് അവരെല്ലാം എടുക്കും. എത്ര പേര് വന്നാലും അത് വെച്ച് മുന്നോട്ട് പോകണം. അത്ര വേഗതയിലാണ് നടപടിക്രമം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപായി തന്നെ വീടുകളുടെ കൈമാറ്റം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ 1600-ലധികം തൊഴിലാളികൾ പുനരധിവാസ മേഖലയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നവർക്കായി എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ സ്ഥലത്ത് ഒരുക്കും. വെറുമൊരു വീട് എന്നതിനപ്പുറം എല്ലാ സൗകര്യങ്ങളുമുള്ള ജനകീയ ഗ്രാമങ്ങളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. പൂർത്തീകരിച്ചിട്ടുള്ളത് അവിടേക്ക് വെള്ളം, അവിടേക്കുള്ള വെളിച്ചം, അവിടേക്ക് അനുബന്ധമായിട്ടുള്ള STP ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് കൈമാറുക. അവർക്ക് ആ വീടിന് പുതിയതായിട്ട് പട്ടയം കൊടുക്കണം. ആ നടപടിക്ക് റവന്യൂ വകുപ്പ് നേതൃത്വം നൽകുന്നുണ്ട്. അവർക്ക് റേഷൻ കാർഡ്, അവർക്ക് ID കാർഡ്, അവർക്ക് പാസ്പോർട്ട്, ഇങ്ങനെ തുടങ്ങി ഒരു പുതിയ ഭൂമികയിലേക്ക് കയറുമ്പോൾ എന്തെല്ലാമാണോ അവർക്ക് വേണ്ടത് അതെല്ലാം കൂടി കൊടുത്തുകൊണ്ടായിരിക്കും അവർ നമ്മൾ സ്വീകരിക്കുക. അഭിപ്രായങ്ങൾ അടിച്ചമർത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഒരാളുടെയും അഭിപ്രായത്തിന് നേരെ കടന്നുകയറാൻ പാടില്ലെന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പോലെ അഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്ന രീതി കേരളത്തിലുണ്ടാകില്ല. ഭരണം തുടരുന്നത് അഴിമതിക്കും അധികാര കേന്ദ്രീകരണത്തിനും കാരണമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും സുതാര്യമായ ഭരണമാണ് സർക്കാർ കാഴ്ചവെക്കുന്നതെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. സാംസ്കാരിക നായകന്മാരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുകയാണ്. അത് ശരിയല്ല എന്ന് തോന്നുന്നവർ തിരുത്തുന്നു. അവരവരുടെ അഭിപ്രായം പറയുന്നു. ഏതെങ്കിലും ആളുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെൻറ്റിനുള്ളത്. ആളുകൾക്കെല്ലാം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു ജനാധിപത്യ ഘടനയാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളത്. തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവരോട് ആ കാര്യങ്ങൾ നേരിൽ സംസാരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താം. അതല്ല, ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ട് അഭിപ്രായം ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പോലെ ഒരഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിപ്പെടുത്തി അഭിപ്രായം പിൻവലിക്കുക എന്നൊരു നയം ഈ ഗവൺമെൻറ്റിനില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ന്യൂസ് ഡെസ്ക് CCV.